കഴിഞ്ഞ ദിവസം മുതൽ വാർത്തകളിൽ നിറയുകയാണ് ഒരു കമാൻഡോ വിനീതിൻ്റെ മരണം. മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിലാണ് വിനീത് ഉണ്ടായിരുന്നത്. ഹവിൽദാറാണ് പോസ്റ്റ്. അറിയാം, കമാൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായുധ പോലീസ് രംഗത്ത് ഏറ്റവും അധികം പരിശ്രമം വേണ്ടി വരുന്നതാണ് കമാൻഡോ ആകാൻ. കാരണം അത്രമാത്രം ശാരീരിക ക്ഷമത, കായികക്ഷമത ഇതെല്ലാം പരിശോധിച്ച് ഒരുപാട് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെ കമാൻഡോ വിങ്ങിലോട്ട് തിരഞ്ഞെടുക്കുന്നത്. മിലിറ്ററിയിലാണെങ്കിൽ ഇതിൻ്റെ 10 മടങ്ങായിരിക്കും വ്യായാമ മുറകളും കായികക്ഷമത പരിശീലനവും പരീക്ഷകളും. അതുപോലെ അർദ്ധസൈനിക വിഭാഗത്തിലാണെങ്കിൽ സൈന്യത്തിൻ്റെ അത്ര വരില്ലെങ്കിൽ കൂടി അതേമാതിരിയുള്ള പരിശീലനവും കായികക്ഷമതാ പരീക്ഷകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. കേരളം ഈ സായുധ സേനയെ നിയോഗിച്ചത്, അതായത് ഈ അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിനെ നിയോഗിച്ചത്, കമാൻഡോയെ നിയോഗിച്ചിരിക്കുന്നത് മാവോയിസ്റ്റ് ഓപ്പറേഷൻ, അതായത് മാവോയിസ്റ്റുകളെ പിടികൂടുക, മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ ചെന്ന് അവരെ ഉന്മൂലനം ചെയ്യുക, അവരെ കീഴടക്കുക. അതൊക്കെയാണ് കമാൻഡോമാരുടെ ഒന്നാമത്തെ ദൗത്യം. രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ. സംസ്ഥാനത്ത് എവിടെയെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതിനെ നിരീക്ഷിക്കുക. അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെതിരെ പെട്ടെന്ന് ടാസ്ക് ഫോഴ്സ് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് ഈ കമാൻഡോകളെ നിയോഗിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തീവ്രവാദ ആക്രമണങ്ങൾ വന്നാലോ, ഇപ്പോൾ മുംബൈയിലൊക്കെ നടന്നതുപോലെയുള്ള കമാൻഡോ ഓപ്പറേഷനൊക്കെ വേണ്ടിയാണ് ഇവരെ സജ്ജരാക്കി നിർത്തിയിരിക്കുന്നത്. ഇവർക്കൊരു ക്യാമ്പും എല്ലാം ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, അതുപോലെ കമാൻഡിംഗ് ഓഫീസറുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ചിട്ട. ഈ വിനീത് മരിക്കുന്നതിന് മുന്നേ ഒരു സുഹൃത്തിന് ഒരു കുറിപ്പ് കൈമാറി, ഒരു ബന്ധുവിന് ഒരു കുറിപ്പ് കൈമാറിയിരുന്നു. ആ കുറിപ്പിൽ പറയുന്നുണ്ട്, അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുറിപ്പ് എൻ്റെ 2 സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കണം. അതുപോലെ എനിക്ക് ഞങ്ങളുടെ ട്രെയിനിങ് ചെയ്യുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും കാണിക്കണം. എന്നിട്ട് അതിൽ പറയുന്ന ഒരു ആവശ്യം, ഓട്ടത്തിന് സമയദൈർഘ്യം ഒരല്പം കൂടി കൂട്ടണം. കാരണം ചിലപ്പോൾ 4 സ്റ്റേഡിയത്തിൽ 4 റൗണ്ടോ 5 റൗണ്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഓടേണ്ടി വരിക. അതിന് കൊടുക്കുന്ന സമയം തീരെ കുറവായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ അത്രയും ഓടി എത്തിയെന്ന് വരില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കായികക്ഷമതാ പരീക്ഷയിൽ വിനീത് പരാജയപ്പെട്ടു. വിനീത് മാത്രമല്ല, വിനീതിനൊപ്പം ഉണ്ടായിരുന്ന 10 പേരും പരാജയപ്പെട്ടു. വിനീതിന് കിട്ടിയ പണിഷ്മെൻറ്റ് അതിക്രൂരമായിരുന്നു. കുറച്ച് കടന്ന കൈയായിപ്പോയി കിട്ടിയ പണിഷ്മെൻറ്റ്. അതിൽ വിനീതിന് മനസ്സ് നൊന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഓഡിയോ സന്ദേശമായി അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി. എല്ലാ ദിവസവും ഇവർക്ക് കമാൻഡോ ഓപ്പറേഷൻ കാണില്ലല്ലോ, ക്യാമ്പിൽ തന്നെയായിരിക്കും തുടരുക. പരിശീലനവും അതുപോലെ പഠനം, പരിശീലനം, കായിക പരിശീലനം, അതൊക്കെ തന്നെയാണ് ഇവരുടെ ആയുധ പരിശീലനം, ഇതൊക്കെ തന്നെയാണ് അവരുടെ റുട്ടീൻ. എന്നാൽ ഈ ക്യാമ്പിൽ ചില ഉദ്യോഗസ്ഥർ ഇവരെന്ത് ചെയ്യുന്നു, കമാൻഡോ ഓപ്പറേഷന് വേണ്ടി സജ്ജരായിരിക്കേണ്ട 24 മണിക്കൂറും അലർട്ടായിരിക്കേണ്ട ആളുകളെ കൊണ്ട് കക്കൂസ് കഴിയിക്കുന്നു, ശുചിമുറി കഴിയിക്കുന്നു, വൃത്തിയാക്കുന്നു. അത് നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്നു. അത് ഒരുപക്ഷെങ്കിൽ മറ്റ് ബാരക്കുകളിലൊക്കെ, സൈന്യത്തിലൊക്കെ ഇത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ കമാൻഡോ ഹവിൽദാർ പോസ്റ്റിലുള്ള ഒരാളെ കൊണ്ട് അത് ചെയ്യിക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോട്, പ്രത്യേകിച്ച് മലയാളികളാണ്, കേരള പോലീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുറച്ചുകൂടി ഒക്കെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ആളുകളാണ്, അല്ലാതെ 10ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളല്ല. പിന്നെ ഇത്രയും പരിശീലനത്തിലൂടെയാണ് കമാൻഡോ വിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ശുചിമുറി കഴുകിക്കുക എന്ന ഡ്യൂട്ടിയൊക്കെ ഇവർക്ക് അടിച്ചേൽപ്പിക്കുന്നത് അത് തെറ്റായ രീതിയാണെന്ന്, തെറ്റായ പ്രവണതയാണെന്ന് കമാൻഡോ വിങ്ങിലുള്ള ആളുകൾ പറയുന്നു. 2 ഗാർഡ് ഡ്യൂട്ടി ഇടുക, അവിടെ വരുന്നവർക്കും പോകുന്നവർക്കും സല്യൂട്ട് ചെയ്യുക, തോക്ക് പിടിച്ച് നിൽക്കുക, ഇങ്ങനൊരു ഡ്യൂട്ടി. അപ്പോൾ ഇതും ഒരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത് പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ കമാൻഡോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമാൻഡോ വിങ്ങിലേക്ക് വരുന്നത്, അത്രയും പരിശീലനമൊക്കെ ചെയ്ത് കായികക്ഷമതയൊക്കെ തെളിയിച്ച് കമാൻഡോ വിങ്ങിലേക്ക് വരുന്നത് കുറച്ചുകൂടി ഡിഗ്നിറ്റിയുള്ള ജോബ് ചെയ്യാൻ വേണ്ടിയാണ് അവരിവിടെ വരുന്നത്, ഇത്രയും കടമ്പകൾ കടന്ന്. അപ്പോൾ അവരെ കൊണ്ട് വീണ്ടും കക്കൂസ് കഴിയിക്കുക, ഗാർഡ് ഡ്യൂട്ടി ഇടുക ചെയ്യുമ്പോൾ അത് ലോക്കൽ പോലീസ് ചെയ്യുന്നത് പോലത്തെ ഒരു പ്രവർത്തനമാണ്. അത് ഇവരെ ഇകഴ്ത്തി കെട്ടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് വിനീതിന് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പോലും പുറത്ത് പറയുന്നുണ്ട്. അതുപോലെ ചില ഉദ്യോഗസ്ഥർ ഇവരെ താഴെത്തട്ടിൽ കാണുക, കടുത്ത പണിഷ്മെൻറ്റ് കൊടുക്കുക. ഇതൊക്കെ എന്തിനാണ്? പിന്നെ ഇദ്ദേഹത്തിനാണ് ഹിരണ്യയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ്, ശാരീരികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തി കൂടിയാണ്. എന്നിട്ടാണ് ഇദ്ദേഹം കമാൻഡോ പരിശീലനമൊക്കെ വിജയകരമായി പൂർത്തിയാക്കി കമാൻഡോ ആയത്. പിന്നെ ഈ മലപ്പുറം SP തന്നെ പറയുന്നു, ഇദ്ദേഹം നല്ല വ്യക്തിത്വമുള്ള, നന്നായിട്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഇത് പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ മാനസിക സംഘർഷം, അതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ജീവനെടുക്കാൻ കാരണമായത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറയുന്നത് താടിയുടെ ഇടതുവശം ചേർത്ത് പിസ്റ്റന്റെ തോക്കിൻ്റെ കുഴലിങ്ങനെ ഇടതുവശത്ത് അമർത്തിപ്പിടിക്കുന്നു. എന്നിട്ടാണ് ഇദ്ദേഹം നിറയൊഴിക്കുന്നത്. തലയോട്ട് പിളർന്ന് വെടിയുണ്ട പുറത്തുപോയി, തലച്ചോറ് ചിന്നി ചിതറിപ്പോയി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തു. പക്ഷേ ഇതിനകത്തുള്ളൊരു കുഴപ്പം, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ 3 മാസം ഗർഭിണിയാണ് ഭാര്യ.
അപ്പോൾ ഭാര്യയെ പരിചരിക്കുന്നതിന് ലീവ് വേണമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ നവംബറിലാണ് ഇവർക്ക് ക്രാഷ് കോഴ്സിന് വേണ്ടി, അതായത് പരിശീലനത്തിന് വേണ്ടി അവിടെ എത്തിച്ചത്. അതിൽ ഇദ്ദേഹം പരാജയപ്പെട്ടു, ലാസ്റ്റ് റൗണ്ടിൽ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ടാണ് വീണ്ടും 1 മാസം കൂടി ട്രെയിനിങ് നടത്തണം എന്ന് പറഞ്ഞ് അവിടെ ക്യാമ്പിൽ തുടർന്നത്. അപ്പോൾ ഇത്രയും ഈ ലീവ് കിട്ടുന്നില്ല, 1.5 മാസമായി ക്യാമ്പിൽ തന്നെ തുടരുന്നു, അവധി കിട്ടുന്നില്ല എന്നത് ഭയങ്കര സമ്മർദ്ദം. പിന്നെ ഇത്രയും വളരെ കൂടുതൽ ദൂരം കുറച്ച് സമയം കൊണ്ട് കവർ ചെയ്യാൻ പറയുന്നു. അതാണ് തനിക്ക് ചെയ്യാൻ പറ്റാതെ പോയത് എന്നും ഇദ്ദേഹം പറയുന്നു. കടുത്ത പണിഷ്മെൻറ്റ്. പിന്നെ നവംബറിൽ തീരേണ്ട കോഴ്സ് വീണ്ടും 1 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആ 1 മാസം ഇദ്ദേഹവും 10 പേരും ഉണ്ടാകാം, പക്ഷേ ഇദ്ദേഹത്തിന് ലീവ് വേണം, ഭാര്യയെ പരിചരിക്കാൻ പോകണം. അതുകൊണ്ട് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ പോലും പോലീസ് മേലുദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറി എന്ന് ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ശ്രീ വിനീത് ഈ ജീവൻ എടുക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ചിന്തിക്കാമായിരുന്നു. ഒന്നുകിലൊന്ന് പോലീസുകാരൻ, 2 അത്രയും മനസ്സിന് അത്രയും ധൈര്യമുള്ള കമാൻഡോ വിങ്ങിൽ ജോലി ചെയ്യുന്ന വ്യക്തി, ഏത് തീവ്രവാദി ആക്രമണത്തെയും നേരിടാൻ പരിശീലനം ശ്രദ്ധിച്ച വ്യക്തി. ആലോചിച്ച് നോക്കുക, പെട്ടെന്ന് കൊണ്ടുപോയി കലവിട്ടുടയ്ക്കുന്നത് പോലെ അദ്ദേഹം മരണത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് അവധി കിട്ടാത്തതിൽ അദ്ദേഹത്തിന് മാനസിക സംഘർഷമുണ്ടെന്ന് പറയുന്നു. ശരിയാണ്, ഭാര്യയോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ വിനീത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നത് ഇവിടെ എഴുതി വയ്ക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹം കൃത്യമായ ട്രെയിനിങ് പൂർത്തിയാക്കി കുറച്ച് ദിവസം വൈകിയാണെങ്കിലും ഭാര്യയുടെ അടുത്ത് പോകാമല്ലോ. കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരുന്നു. ഇന്നിപ്പോൾ 15-ാം തീയതിയാണ് മരിക്കുന്നത്. ഒരു 15 ദിവസം കൂടി തള്ളി നീക്കിയിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് ഉറപ്പായിട്ടും പരീക്ഷയും പാസ്സായി സുഖമായി വീട്ടിൽ പോയി സന്തോഷമായി ഭാര്യയുടെ കൂടെയോ അല്ലെങ്കിൽ വേറെ പോസ്റ്റിംഗ് കിട്ടുന്ന സ്ഥലത്തോ പോകാമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഈ ചെയ്തത് സ്വയം ജീവൻ നിറയൊഴിച്ച് ജീവൻ ഒടുക്കിയത് അങ്ങേയറ്റത്തെ ഒരു തീരെ ധീരതയില്ലാത്ത നടപടിയായി പോയെന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ മരണത്തിന് വിലയുണ്ട്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ പോലും എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞായാലും ആ ഭാര്യയെ തനിച്ചാക്കി. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന് കിട്ടിയ ഓപ്പണിങ്, അതായത് അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി അത് വ്യർത്ഥമാക്കി കളയുകയും ചെയ്തു. ഏതായാലും ഇതിനകത്ത് പ്രേരണാക്കുറ്റത്തിന് ആരുടെയെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ അവർക്കെതിരെ പ്രേരണാക്കുറ്റത്തിന് പോലീസ് കേസെടുക്കും. ഇപ്പോൾ കൊണ്ടോട്ടി DYSP ഈ കേസ് അന്വേഷിക്കുകയാണ്. ഏതായാലും ഇതിനകത്ത് നടപടിയൊക്കെ ഉണ്ടാകണം, നടപടി വരികയും ചെയ്യും. പക്ഷേ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയതാണ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.